ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോഴേ ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ മറ്റൊരു കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് തുടക്കത്തിൽ കുറച്ച് വീഡിയോസ് ചെയ്തിരുന്നു. അന്ന് നമ്മുടെ മോളെക്കുറിച്ച് പറഞ്ഞിരുന്നു. മോൾക്ക് ഇങ്ങനൊരു അപകടം പറ്റി മോള് നമ്മളെ വിട്ട് പോയി എന്നുള്ളത് പറഞ്ഞെങ്കിലും കുറച്ച് പേരൊക്കെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു മോൾക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത്. യഥാർത്ഥത്തിൽ എനിക്ക് പിന്നെ അതിനെക്കുറിച്ച് പറയാൻ അന്ന് എനിക്ക് അതിന് പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് മുന്നോട്ട് പറയാഞ്ഞത്. പക്ഷേ നമ്മൾ അറിയാൻ എല്ലാവർക്കും, എന്നെ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അതറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു ആ ഒരു വിഷമം എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടോ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. മോൾക്ക് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവളെ അവിടോട്ട് നിർത്തിയിട്ട് ഞാൻ ഇറങ്ങാൻ നേരത്തും എനിക്ക് ഫോണൊക്കെ എടുത്തുകൊണ്ട് തന്നിട്ട് അപ്പോഴും ഞാൻ പറഞ്ഞു, മക്കളെ പിന്നെ കുഞ്ഞുവാവയെ എടുത്ത് വഴക്കിനൊന്നും പോകാതെ പോരുന്ന് പഠിക്കണേ എന്ന് പറഞ്ഞപ്പം പറഞ്ഞു, ഓ ശരി അമ്മ ഞാൻ പഠിച്ചോളാം എന്നും പറഞ്ഞ ആള് അകത്തോട്ട് പോയത്. അപ്പൊ ഈ പഠിക്കുമ്പം ഞാൻ കതക് കുറ്റിയിടാൻ നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ളതാ. കാരണം കുഞ്ഞു ബുക്കൊക്കെ വലിച്ചു കീറുമ്പം ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെയാ. അപ്പൊ ഇവളെന്ത് ചെയ്തെന്നാ, ഞാൻ പോയി കഴിഞ്ഞപ്പം ഇവള് പോയി അടുക്കളയിൽ പോയി കുറച്ച് ബിസ്ക്കറ്റും വെള്ളമൊക്കെ എടുത്ത് മോന് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് മോനും കൊടുത്തിട്ട് ബാക്കി സാധനമായിട്ടാണ് പുള്ളിക്കാരി അകത്തേക്ക് പോകുന്നത് പഠിക്കാനായിട്ട്. അപ്പോഴ് പോയി അകത്ത് കയറി കതവ് കുറ്റിയിട്ട് പഠിച്ചുകൊണ്ടിരുന്നതാവണം, കാരണം പുസ്തകം തുറന്നിരിക്കുമായിരുന്നു. പിന്നീട് ഞങ്ങൾ വന്ന് നോക്കുമ്പോഴും ആ റൂമിൽ പുസ്തകം ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇടയ്ക്ക് കറണ്ട് പോയായിരുന്നു. അപ്പൊ കറണ്ട് പോയപ്പോഴെന്ന് പറയുമ്പം പഴയ കുടുംബ വീടാന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ കുടുംബ വീടെന്ന് പറയുമ്പോൾ അതിന് തട്ടുണ്ടായിരുന്നു. തട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തട്ടൊക്കെ ചെതലെടുത്ത് പോയിട്ട് അവിടെ കഴുക്കോല് എന്ന് വെച്ചാൽ തട്ട് എന്ന് പറയുമ്പോൾ കുറച്ച് നമ്മൾ മുകളിൽ നിന്ന് കുറച്ചുകൂടെ താഴെ ഓടിൽ നിന്നും കുറച്ച് താഴെയായിട്ടായിരുന്നു കഴുക്കോലുള്ളത്. അപ്പൊ കഴുക്കോലെല്ലാം അങ്ങനെ തന്നെ കിടപ്പുണ്ടായിരുന്നു. പുള്ളിക്കാരി കിടക്കുന്ന റൂമില് ഒരു ടേബിള്, ഒരു കട്ടില്, ഒരു അലമാര ഇങ്ങനെയായിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. ഈ ടേബിളിൽ കയറി നിന്ന് നമുക്ക് ആ കഴുക്കോലിൽ എത്തുമായിരുന്നു. അപ്പം പഴയൊരു സാരി അവിടെ കിടന്ന് ഇദ്ദേഹം ഈ സാരി എടുത്തിട്ടില്ല, കഴുക്കോലയിലൊരു കുരുക്കിട്ടിട്ട് നേരെ അത് കൊണ്ടുവന്ന് വയറ്റത്തങ്ങ് കെട്ടിയിട്ട് അപ്പം അതിന്റെ തലേന്ന് D4 ഡാൻസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അന്ന് നടക്കുമായിരുന്നു. അപ്പൊ ആ D4 ഡാൻസിൽ അവർ ഈ മുതുകത്ത് ഹുക്ക് ഇട്ടിട്ട് ഇങ്ങനെ ആടി ഇറങ്ങുന്ന ആ ഒരു സോങ്ങും ഡാൻസും ആയിരുന്നു അന്നത്തെ കാണിച്ചിരുന്നത്. അപ്പൊ ഇത് പുള്ളിക്കാരി പ്രാക്ടീസ് ചെയ്തതായിരിക്കണം. കാരണം പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞ് മോളുടെ കൂട്ടുകാരൊക്കെ വന്നപ്പം പറഞ്ഞു അവളുടെ D4 ഡാൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ബാക്കി അടുത്ത എപ്പിസോഡിൽ. ബൈ.